ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആദ്യമായിട്ടാട്ടോ ഒരു ഡേ ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ ഉറക്കം എണീറ്റിട്ടുണ്ട്. ഞാൻ ഹോളിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. നമ്മൾ വീട്ടിൽ 7 ആൾക്കാരും ഒരൊറ്റ റൂമുമാണ്. അപ്പോൾ നമ്മൾ പുതിയതെടുത്ത വീടിനാകെ ഒരൊറ്റ റൂമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ ഹോളിലാണ് കിടക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഹോളിൽ കിടക്കുന്നുണ്ടെങ്കിലും മെത്തയിൽ കിടക്കുന്ന പോലെ തന്നെയാണ്. കാരണം നമ്മൾ എത്രയോ ആശിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കൊരു വീടായത്. നമ്മൾ അത്രയും സഫർ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം നമ്മൾ വാടക വീട്ടിലൊക്കെ നിന്നിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീടായത്. അപ്പോൾ ഞങ്ങൾക്കിത് ശരിക്കും സ്വർഗ്ഗമാണ്. അപ്പോൾ ഞാനിതാ പെരിന്തൽമണ്ണ പോവുകയാണെന്ന്. അപ്പോൾ അതാ പോകാനുള്ളൊരു തയ്യാറെടുപ്പില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡോക്ടറെ കാണിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പില്ല. അപ്പം അങ്ങനെ ഞാൻ റൂമിൽ കയറിയപ്പോഴാട്ടോ ഇവളിതാ അവിടെ വാതിലും പൂട്ടി നിൽക്കുന്നത്. ഇവൾ ട്യൂഷന് പോയില്ലെന്ന്. അപ്പോൾ അമ്മായി അവിടുന്ന് പറയുന്നുണ്ട് വാതിൽ മര്യാദയ്ക്ക് തുറന്നു അല്ലെങ്കിൽ എൻ്റെ അവസാനമായിരുന്നു. അങ്ങനെ അവൾ തുറക്കുന്നില്ല തീരെ. അപ്പം ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഒരു സ്കിന്നിന് കാണിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വരെ പോകുന്നത്. ജസ്റ്റ് എനിക്ക് ഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, എനിക്ക് വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു അവിടെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനും കൂടെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഫേസും കൂടെ ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഡോക്ടർ ബെറ്റർ അല്ലാഞ്ഞിട്ടല്ല, ഇവിടെ കാണിക്കുന്ന ഡോക്ടർ നല്ല തന്നെയാണ്. പിന്നെ എനിക്ക് അവിടുത്തെ ഡോക്ടർ ഭയങ്കര വിശ്വാസമാണ്. കാരണം എൻ്റെ ഒരു ലൈഫ് സേവറാണ്. അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ പറയാം. അങ്ങനെ ഞാൻ ലെൻസ് വയ്ക്കുകയാണ്. ഞാൻ പവേർഡ് ആയിട്ടുള്ള ഒരാളാട്ടോ. എനിക്ക് കണ്ണിന് പവർ ഉണ്ട്. അതായത് എനിക്ക് ദൂരത്തുള്ള കാഴ്ച അധികം ബ്ലറായിട്ടാണ് കാണുക. അധികം വ്യക്തമായിട്ട് കാണൂല എന്നല്ല, കാണൂല. അപ്പം നിങ്ങൾ വിചാരിക്കും കണ്ണട വെച്ചുകൂടെയെന്ന്. കണ്ണട എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഞാൻ പുറത്ത് പോകുമ്പോൾ ലെൻസാണ് ഇപ്പോൾ വെക്കാറ്. കാരണം എൻ്റേത് മത്തങ്ങ പോലുള്ളൊരു മോന്തയായതുകൊണ്ട് കണ്ണടയും കൂടെ വെച്ചാൽ കൂടുതൽ വലുതായി പോകും. അപ്പം ഞാൻ ലെൻസ് വെക്കുക. അപ്പോൾ ഞാൻ നോർമലി മിററിൽ നോക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ നോക്കി വെക്കുന്നതുകൊണ്ട് അത് തീരെ റെഡി ആവുന്നുണ്ടായിരുന്നില്ല. എത്ര വെച്ചിട്ടും കണ്ണ് ഭയങ്കര നീറ്റലും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. ഭയങ്കര ഒരു തടസ്സം പോലെ. അങ്ങനെ ഞാനത് പിന്നെ ഒരു 2ാമത്തെ പ്രാവശ്യം വെക്കുക. കണ്ണിലെ കണ്ണ് ഭയങ്കര ചുവന്നുപോയി. അങ്ങനെ പിന്നെ ഒരു 2ാമത്തെ പ്രാവശ്യം വെച്ചിട്ടും അത് ശരിയായില്ല. ഞാൻ തിരിച്ചിട്ടായിരുന്നു ഇട്ടത്. അപ്പോൾ അത് കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ പോന്നു. അങ്ങനെ ഞാൻ പിന്നെ ഇത് എനിക്ക് മനസ്സിലായത് ഇവിടെ നോക്കി വെച്ചാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെച്ചു. അപ്പോഴാണ് എനിക്ക് കറക്റ്റായത്. അങ്ങനെ ഒരു കണ്ണ് കറക്റ്റായി. ഇനി അടുത്ത കണ്ണും റെഡിയാക്കണം. അപ്പോൾ അമ്മായിയുടെ മോള് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, മര്യാദയ്ക്ക് ആ കണ്ണട വെച്ച് പോയാൽ പോരേന്ന്. ഞാൻ അപ്പോൾ ഇവിടെ അമ്മായിയുടെ വീട്ടിലാട്ടോ നിൽക്കുന്നത്. അതായത് എൻ്റെ മാമൻ്റെ വീട്ടിൽ. നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ ഇവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത്. നമ്മളങ്ങനെ അച്ഛൻ്റെ വീട്ടിലൊന്നും അധികം നിന്നിട്ടില്ല. ചെറുപ്പം തൊട്ടിട്ടേ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ 7 ആൾക്കാർ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് മസ്കാര ഇട്ടു. മസ്കാരയ്ക്ക് ഈ ലെൻസ് വെച്ചതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഇടാറ്. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് മെഴുകും ലെൻസ് തട്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ഇത് റിമൽ ലണ്ടൻ്റെ ഒരു ഷെയ്ഡാട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. വെറുത്ത് എനിക്ക് അവസാനം ഇഷ്ടം തോന്നിയൊരു ഷെയ്ഡ്. അപ്പോൾ എവിടെ പോയാലും ഭൂരിഭാഗം സമയത്ത് ഈ ഒരു ഷെയ്ഡേ ഞാൻ ഇടുള്ളൂ. നല്ല ലോങ് ലാസ്റ്റിംഗുമാണ്, നല്ല കംഫർട്ടബിളാണ്, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാട്ടോ. അതങ്ങനെ വേർത്തും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പോകാൻ വേണ്ടി പെട്ടെന്ന് ഒരു ദോശയും മീൻകറിയും കൂടെ എടുത്ത് കഴിച്ചു. എനിക്കങ്ങനെ രാവിലെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. കിട്ടിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പച്ചവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഒരു ഡ്രസ്സായിട്ടൊന്നും ഇടുന്നത്. അങ്ങനെ ഞാൻ മുടി കെട്ടുകയാണ്. മുടി കെട്ടിയിട്ട് നമ്മൾ ബാഗിൽ പെട്ടെന്ന് പഴയ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഡോക്ടറിനെ കാണിച്ച കാര്യങ്ങളും മെഡിസിൻസൊക്കെ അതിൽ ബാഗിൽ എടുത്ത് വെച്ചിട്ട് ബാഗ് ക്ലോസ് ചെയ്തു. ബാഗിൻ്റെ ടാഗൊക്കെ ഇപ്പോൾ പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ബാഗൊക്കെ ഇട്ടു. പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചു. കുറച്ച് ദൂരത്തേക്കല്ല പോകണം. അപ്പോൾ കുറച്ച് വെള്ളം കയ്യിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളിതാ പോവുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നടക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഓട്ടോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ പെട്ടെന്നൊരു വണ്ടി കിട്ടിയപ്പോൾ ഞാൻ അതിൽ കയറിയിട്ട് പെട്ടെന്ന് സ്റ്റാൻഡിലേക്ക് പോയി. അങ്ങനെ സ്റ്റാൻഡിലെത്തി. ഇതാട്ടോ തിരൂർ സ്റ്റാൻഡാണ് കേട്ടോ. അത് ഇവിടുന്ന് വേണം നമ്മൾ പെരിന്തൽമണ്ണയ്ക്കുള്ള ബസ്സിൽ കയറാൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഡയറക്റ്റ് പെരിന്തൽമണ്ണയ്ക്കുള്ള ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറി. മറ്റേതാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാറിയിട്ട് വേണം ഇങ്ങനെ കയറാൻ. അപ്പോൾ ഡയറക്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി മാറണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കാണുന്ന കേട്ടോ കോട്ടക്കൽ ആര്യവൈദ്യശാല. നിങ്ങൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ പോയൊരു വർഷമാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് സ്കിന്നിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഒരു 4-5 വർഷം മുന്നേ. ആ ഒരു സമയത്ത് ഞാൻ തിരൂരൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നേ ഇല്ല, സർജറി വേണമെന്നാണ്. അങ്ങനെ നമ്മൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കാണിച്ചു. അപ്പോഴും അവർ ഒരു കൊല്ലം എൻ്റെ വെറുതെ വേസ്റ്റ് ചെയ്യുക ചെയ്തത്. അത്രയ്ക്കും ഞാൻ കരഞ്ഞില്ലാതായിട്ടുള്ളൊരു സമയമായിരുന്നു. അത് പെയിൻ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഇൻഫെക്ഷൻ കൊണ്ടും വിചാരിച്ചു സ്കിൻ ക്യാൻസർ ആണോ എന്ന് വരെ വിചാരിച്ചു.
സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തിയത് പെരിന്തൽമണ്ണയിലുള്ള ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടൊരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രം കേട്ടോ തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രം. കുറേ ആൾക്കാർ വരും, അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി. അങ്ങാടിപ്പുറം കേട്ടോ ക്ഷേത്രം വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചുള്ളൂ പെരിന്തൽമണ്ണയ്ക്ക്. പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി. അവിടെ നമ്മൾ EMSലേക്കുള്ളൊരു ബസ് പിടിച്ചു. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാൻ നോർമലി ഇങ്ങനെ ബസ്സിൽ ഇപ്പോൾ കുറേ ആയി പോയിട്ട്. കോളേജിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഞാൻ ട്രെയിനിലാണല്ലോ പോവാറ്. അപ്പോൾ കുറേ കാലം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. നടക്കാനൊന്നും വയ്യായിരുന്നു. ഈ കയറ്റം കയറി വേണം നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ. ഞാൻ ആകെ ടയേർഡായിരുന്നു. അപ്പോൾ അതാട്ടോ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലാട്ടോ അത്. അങ്ങനെ നമുക്കിവിടെ മുന്നേ രജിസ്ട്രേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇനി അത് കാർഡ് കാണിച്ചിട്ട് നമ്മൾ ടോക്കൺ എടുക്കണം. അങ്ങനെ നമ്മൾ ടോക്കൺ എടുത്തു. ഇതാട്ടോ OP. അങ്ങനെ ഇവിടെയാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ദാ ഈ ഒരു ഡോക്ടർ അന്ന ജെയിൻ, ഡെർമറ്റോളജിസ്റ്റ്, മുപ്പത്തിനെയാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ മൂപ്പത്തി പറഞ്ഞു ഫേസിന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അത് പീരിയഡ്സ് ആവുന്നതിൻ്റെ മുന്നേ വരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഒരു 2 ഓയിൽമെൻറ്റ് എക്സ്ട്രാ എഴുതി തന്നു. പിന്നെ മറ്റേ പഴയ ഡോക്ടർ തന്ന സംഭവങ്ങൾ തന്നെ യൂസ് ചെയ്താൽ മതി, ഫേസ് വാഷ് ഒക്കെ എന്ന് പറഞ്ഞു. എക്സ്ട്രാ 2 ഓയിൽമെൻറ്റ് മാത്രമാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ചിരിക്കുകയായിരുന്നു, എന്താണ് കുട്ടി പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ വിചാരിച്ച മുന്നത്തെ പ്രശ്നം പിന്നെയും വന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, ഇത് പുതിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ ഇരുന്ന് ചിരിച്ചു. കാരണം മൂപ്പത്തിക്ക് എൻ്റെ ഫേസിലുള്ള പിമ്പിൾസ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇതാ നമ്മൾ അവിടെയുള്ള ക്യാൻറ്റീന് കയറിയിട്ട് ഒരു ഗ്രേപ്പ് ജ്യൂസും ഒരു സമൂസയും കഴിച്ചു. ഇത് കഴിച്ചപ്പോഴാട്ടോ എൻ്റെ ആത്മാവൊന്ന് ഉള്ളിൽ തന്നെ നിന്നത്. ഇതുവരെ ഞാൻ എന്തോ പ്രേതങ്ങളെ പോലെയായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഈ ഇറക്കം നമ്മൾ തിരിച്ചിറങ്ങണം. അയ്യോ, ഞാൻ ആകെ ടയേർഡായിപ്പോയി. ഒന്നാമത് കുറേ കാലമായിട്ട് ബസ്സിൽ വരാത്തതിൻ്റെ ക്ഷീണം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബസ് വെയിറ്റ് ചെയ്തു. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വെയിലാട്ടോ, ഒരുമാതിരി ഒരു പ്രദേശം, അവിടെ ഭയങ്കര വെയിലാണ്. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് തിരൂര് ബസ് പിടിക്കണം. ഇനി ഇവിടുന്ന് ഒരു ഷുഗർ കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. എനിക്ക് വിശപ്പിനേക്കാളും കൂടുതൽ ഭയങ്കര ദാഹമായിരുന്നു. വെള്ളം കുടിക്കണം എന്നുള്ളൊരു ഒറ്റ മോട്ടീവായിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ നിന്നപ്പോൾ എൻ്റെ സ്ക്രഞ്ചി പൊട്ടിപ്പോയത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് സ്ക്രഞ്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസി ഷോപ്പ് കയറി. അപ്പോഴാണ് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് കണ്ടത്, മാൾസിൻ്റെ മറ്റേ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ അതിൽ മറ്റേ കൂപ്സൂരത്ത് കുച്ചിപ്പുടി നോക്കിയപ്പോൾ അവിടെ സ്വാച്ചിങ് ടെസ്റ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല. എങ്ങാനും ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ പൈസയും പോവും. അങ്ങനെ ഞാനിതാ ബസ് കയറി നേരെ നമ്മൾ കോട്ടക്കൽ ഇറങ്ങി. ഇനി നമ്മൾ കോട്ടക്കലിൽ നിന്ന് തിരൂര് ബസ് മാറി കയറണം. നമുക്ക് പെരിന്തൽമണ്ണയിൽ നേരിട്ട് തിരൂര് ബസ്സില്ല. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഉപ്പ് സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ദാഹമായിരുന്നു, എന്താ അറിയില്ല, ഇങ്ങനെ വെള്ളം കുടിക്കാൻ തന്നെ ഉള്ള ടെൻഡൻസി. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ഉപ്പ് സോഡ കുടിച്ചു. ഉപ്പ് സോഡ കുറേ വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ ശേഷം കേട്ടോ കിട്ടിയത്. ഞാൻ അത് വെയിറ്റ് ചെയ്തിരുന്ന അവസാനം അത് കിട്ടി. അതും കൂടെ കുടിച്ചപ്പോഴാണ് ഒന്നും കൂടെ സമാധാനമായത്. പക്ഷെ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് കുടിക്കേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം പിന്നെയും വെള്ളത്തിന് ദാഹിക്കായിരുന്നു. ഉപ്പ് കുടിച്ചുകൊണ്ട് പിന്നെയും വെള്ളം കുടിക്കാൻ ഇങ്ങനെ തോന്നിയിരുന്നു. പിന്നെ ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇതാ തിരൂര് ബസ് കയറി. വീട്ടിൽ കയറിയിട്ട് വല്ലതും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാ തിരൂര് ബസ് കയറി. അങ്ങനെ നമ്മൾ തിരൂര് സ്റ്റാൻഡിലെത്തിയിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മെഡിസിൻസ് പുറത്തുനിന്ന് മേടിക്കാണ്ടായിരുന്നു. നമുക്ക് സൺസ്ക്രീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സൺസ്ക്രീൻ മേടിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ആളോട് ലെൻസിൻ്റെ സൊല്യൂഷൻ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇനി അതിന് പിന്നെ അങ്ങോട്ടേക്ക് നടക്കണം. വല്ലാത്തൊരു ഗതികേട്. അങ്ങനെ ഞാൻ പിന്നെ ഇതിൻ്റെ ഒപ്റ്റിക്കൽസിൻ്റെ ഷോറൂമിൽ കയറി. ഒപ്റ്റിക്കൽസിൻ്റെ ഒന്നിൻ്റെ ഷോറൂം കയറിയപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടിയില്ല. പിന്നെ രണ്ടാമതൊരു ഷോറൂം കയറി. അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടിയത്. ഞാൻ വിചാരിച്ച ബ്രാൻഡ് കിട്ടിയില്ല, കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ബ്രാൻഡാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ട് പെട്ടെന്ന് ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് പോയി കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാന്ന് വിചാരിച്ച്. നമുക്ക് കലീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ കലീസ്. ഇവിടുത്തെ മന്തി എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ എനിക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി മാത്രമായിരുന്നു, ഒന്നും കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാട്ടോ നമ്മൾ അങ്ങാടി. ഇവിടെ നമ്മൾ ബസ് ഇറങ്ങി. ഇനി ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓട്ടോക്കാണ് പോയത്. അങ്ങനെ അവിടുന്ന് ഒരു ചിക്കൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓട്ടോയിൽ കയറിയപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ഒരു ചെറുനാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുനാരങ്ങയിൽ നല്ല മധുരമിട്ടിട്ട് ഇഞ്ചിയൊക്കെ പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര ഒരു കൊതിക്ക്. അങ്ങനെ ഞാനിത് ഓട്ടോയിൽ കയറി. ചിക്കനൊക്കെ മേടിച്ചിട്ട് ഓട്ടോയിൽ കയറി. ഓട്ടോക്കാണെങ്കിൽ ഒടുക്കത്തെ കുലുക്കും. അങ്ങനെ ഒരുവിധം കുലുങ്ങി നമ്മൾ വീടെത്തിയപ്പോൾ അമ്മൂമ്മർത്ത് ചിരിച്ചും കൊണ്ട് നിൽക്കണു. ഓട്ടോറിക്ഷക്കാരനോട് എന്തോ പറയാണ്, കുശലം പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ കയ്യിൽ വേഗം ചെറുനാരങ്ങ ഉറച്ചിട്ട് ചിക്കൻ കൊടുന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു, വൈകുന്നേരം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഫാനിൻ്റെ കാറ്റും കൊണ്ട് മലന്ന് കിടന്നു.
അപ്പോഴേക്കും അമ്മ ദാ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതിൽ മധുരം തീരെ ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു റിയാക്ഷൻ ഇരുന്നത്. അങ്ങനെ ഞാൻ അതാ കുറച്ച് നേരം കിടന്നിട്ട് ഞാനിതാ അതൊക്കെയാണ് മേടിച്ച കാര്യങ്ങൾ. ഒരു സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഇതാണ് ലെൻസിൻ്റെ സൊല്യൂഷൻ കേട്ടോ. ഞാൻ സാധാരണ റെന്യൂവിൻ്റെ ആണ് മേടിക്കാറ്, പക്ഷേ ഇപ്പോൾ കിട്ടിയത് ബയോട്രൂ ആണ്. ഇത് കുറച്ചും കൂടെ റേറ്റ് കൂടുതലുള്ളതാണ്. മറ്റേതിന് 120 എങ്ങാണ്ട്, ഇതിന് 175 ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു കേസ് മേടിച്ചു ലെൻസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇപ്പോൾ കയ്യിലുള്ള കേസിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ തിരിക്കുമ്പോഴൊക്കെ അതിന് ലെൻസിൻ്റെ സൊല്യൂഷൻ വീണ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാട്ടോ ഡോക്ടർ എഴുതി തന്ന 2 ഓയിൽമെൻറ്റ്. മറ്റേ ഡോക്ടർ എഴുതി തന്നതിൻ്റെ വേറൊരു ടൈപ്പ് ഓയിൽമെൻ്റ് ആട്ടോ ഇത് തേച്ച് വെക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇത് ലെൻസിൻ്റെ സൊല്യൂഷൻ പൊട്ടിച്ചിട്ട് ഞാൻ വന്ന ഉടനെ തന്നെ ലെൻസ് അഴിച്ചു വെക്കാനുള്ള പണിയിലാട്ടോ. കാരണം നമ്മൾ ലെൻസ് അഴിച്ചു വെക്കാതെ ഉറങ്ങാൻ പാടില്ല, കണ്ണിന് എപ്പോഴും മോയ്സ്ചറൈസേഷൻ വേണം. അപ്പോൾ ഉറങ്ങിപ്പോയാൽ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ലെൻസ് അഴിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ആട്ടോ അഴിച്ചു വെക്കുക. നമ്മളിങ്ങനെ വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുത്ത് അതിങ്ങോട്ട് പോരും. എടുക്കാൻ ഭയങ്കര ഈസിയാണ്, എടുക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, പക്ഷേ ഇടാനാണ് ഭയങ്കര പാട്. അങ്ങനെ ഞാൻ ആ ലെൻസ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകണം. ആ ലെൻസ് എപ്പോഴും കഴുകി വൃത്തിയാക്കണം. അങ്ങനെ അത് ഞാൻ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് വേറെ വാട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചു. നമ്മൾ നിറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ആ കേസിൽ. അങ്ങനെ ഞാൻ അതാ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഉറങ്ങി നീറ്റപ്പോൾ ഒരു 5:30 ആയി. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അവരെ പറ്റിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ചിക്കൻ ഞാൻ പൊരിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില നുള്ളാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയത്. ഇത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ചീരത്തോട്ടാട്ടോ. അവിടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയുണ്ട്. അങ്ങനെ ഞാൻ അത് കുറച്ച് നുള്ളി എടുത്തു. ഇതും ഒന്നാകൊന്നും നമുക്ക് നുള്ളാനുള്ള അനുവാദമില്ല, കുറച്ചേ നുള്ളാൻ പാടുള്ളൂ. ഇതുണ്ടെങ്കിലും എൻ്റെ അമ്മമ്മ പുറത്തുനിന്ന് കേട്ടോ കറിവേപ്പില മേടിക്കുക, ഇതിനധികം നോവിപ്പിക്കലൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ബാക്കിയുള്ള മസാലയൊക്കെ കൂട്ടി വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ കേട്ടോ ചിക്കൻ കഴുകിയത്. എനിക്ക് ഞാൻ കഴുകിയാൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ, വൃത്തിയായെന്ന് തോന്നുള്ളൂ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി ലെഗ് പീസൊക്കെ ഉണ്ട്. ഞാൻ ഒരു ലെഗ് പീസേ ഇടിപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ 1/2 കിലോനാട്ടോ വാങ്ങിയത്, രാത്രിയല്ലേ അപ്പോൾ അധികം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 1/2 കിലോനാണ് വാങ്ങിയത്. 1/2 കിലോന് തന്നെ ഇപ്പോൾ നല്ല വില ഉണ്ട്. അങ്ങനെ ഞാൻ എല്ലാ മസാലയും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നല്ല എരിവുള്ള മുളകും പൊടിയായിരുന്നു. എൻ്റെ കൈ ഒരു വിധമായിട്ടുണ്ട്. അത് തേച്ച് പിടിപ്പിച്ച അവസാനം ഞാൻ കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് ഊതിയിരിക്കുകയായിരുന്നു. അത്രയും പണി ഇട്ടിട്ടുണ്ട് എൻ്റെ കയ്യിന്. ഞാൻ സാധാരണ സ്പൂൺ കൊണ്ടാണ് അത് ഇളക്കാറ്. ഇപ്രാവശ്യം ഞാൻ കൈ കൊണ്ട് നല്ലോണം കുഴച്ച് വെച്ചു. അപ്പോൾ ചിക്കൻ വരഞ്ഞിട്ടില്ല എന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ അത് 2 കയ്യിലും ആക്കി ആ മസാല. എന്നിട്ട് ഞാൻ ആ ചിക്കൻ വരഞ്ഞിട്ട് നമ്മൾ ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. നമ്മൾ വൈകുന്നേരം വറക്കുള്ളൂ, ഞാൻ കുളിച്ച് വന്നിട്ടേ വറക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കും മസ്കാരയൊക്കെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് കുളിക്കാനുള്ള പരിപാടിയിലായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ചൊറിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് മാന്തി ഇരിക്കുകയായിരുന്നു. കൈ ചൊറിയണ്, കാല് ചൊറിയണ്, മുഖം ചൊറിയണ്, ഭയങ്കര വിയർപ്പ് തട്ടിയിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുളിക്കാൻ കയറി. ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിരുന്നു. അങ്ങനെ കുറച്ച് വെള്ളം തലയിൽ കൂടെ ഒഴിച്ചപ്പോഴെനിക്ക് എൻ്റെ പോയ ജീവൻ കൂട്ടി തിരിച്ച് കിട്ടിയത്. ഭയങ്കര ഒരു സുഖമായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ച് വന്ന് ഡോക്ടർ തന്ന ഓയിൽമെൻറ്റ് തേക്കുക. ഇത് നമ്മൾ തേക്കേണ്ടത് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയണം കേട്ടോ. നമ്മൾ തേച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയുക ചെയ്യേണ്ടത്. ഞാൻ മുന്നേ തേച്ചിരുന്ന ഓയിൽമെൻറ്റ് തേച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയേണ്ടായിരുന്നു. ഇത് നമ്മൾ തേച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയണം. അങ്ങനെ ഞാൻ വന്നപ്പോൾ ചിക്കൻ അവിടെ വേവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിക്കനും ചോറും കൂട്ടിയിട്ട് കഴിച്ചു. അങ്ങനെ ഞാൻ അവസാനം കിടന്നുറങ്ങി. ബൈ ഗായ്സ്.